ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എന്താണിത്? നിങ്ങൾ പറയരുത്, ഓഡിയൻസ് ഇത് പറയരുത്. ഇത് ചേട്ടൻ ആംഗ്യ ഭാഷയിലൂടെ എനിക്ക് മനസ്സിലാക്കി തരണം. സംസാരിക്കാൻ പാടില്ല. ഫസ്റ്റില് ഒരു കാര്യം ചെയ്യാം, ചേട്ടന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇദ്ദേഹം ചെയ്ത് കാണിക്കും. അവിടെ റെഡി? അപ്പൊ ഇത് നോക്കാൻ പാടില്ല. ഫസ്റ്റ് അശ്വതിയാണ് കാണിക്കാൻ പോകുന്നത്. അശ്വതി എനിക്ക് മനസ്സിലാക്കി തരും ആംഗ്യ ഭാഷയിലൂടെ. റെഡി? ഒരു വാക്കേ ഉള്ളൂ. ഇതും കൂടെ നോക്കിയോളൂ. പകുതി പകുതി മുറിച്ചാണ് ആ വാക്ക്. 3 ഭാഗങ്ങളായിട്ടുണ്ട്. 5 എണ്ണമാണ്. 3 വാക്കാന്ന് പറഞ്ഞിട്ട് 5 വാക്ക്. ഒന്നാമത്തെ വാക്ക് 5. 3 5 15. 2 2 അടിക്കുന്നത് ആരാണ്? അത് കമ്പ് വടി. വടി രണ്ടാമത്തെ വാക്ക്. ഓക്കെ. വെള്ളം അടിച്ചുകൊണ്ട് പോകുന്നു. ഇത്രേ ഉള്ള കാര്യല്ലേ? ഇതിങ്ങനെ കാണിച്ചപ്പോ അതെ, ഇപ്പൊ ഏകദേശം ചേട്ടൻ പഠിച്ചു വരണം. അതിനാണ് ഇത്. വെള്ളം, അരുവി, വെള്ളം ക്രോസ് ചെയ്യണം. പാലം 5 അടി പാലം. പഞ്ച് പിടിക്കണ പാലം. പഞ്ചവടി പാലാണോ? റെഡി? രണ്ടാമത്തത് ആരും പറയരുത് കേട്ടോ. ഇത് അശ്വതി പിടിക്കും. അപ്പം ഈ എപ്പിസോഡ് സംസാരിക്കരുത്. ഇല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്നെ മതിയോ, അതോ ഇനി വരുന്ന ഒരു 10-12 എപ്പിസോഡിലേക്ക് തിരിച്ച് മണ്ണ് കപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലോർ കപ്പി തന്നെ. ഇപ്പൊ ഈയല്, ചുണ്ട്, തേൻ, വണ്ട്. മിണ്ടരുത്, സംസാരിക്കാൻ പാടില്ല. ഉണ്ട, മാങ്ങ, തേങ്ങ, നാരങ്ങ, മാങ്ങ വള്ളം, ഊഞ്ഞാല്, ചുമ്മാ മാങ്ങ വീട്, മരം, മാങ്ങാമരം, പറയരുത്, കുരിശ്, മരം, മാങ്ങ. മാങ്ങ എന്ന് പറയാൻ ഓക്കെ ആണെങ്കിൽ അങ്ങനെ നിർത്താൻ പറ. കൊമ്പ്, മരത്തിന്റെ കൊമ്പ്, മരത്തിന്റെ കൊമ്പില് തൂങ്ങിക്കിടക്കുന്ന കുരങ്ങ. കൊമ്പ്, കൊമ്പിനെ പിടിച്ച് ചാച്ച് ഉറങ്ങി, ഇരുന്ന്. ഈശ്വര, ഇത് എങ്ങനെ പറയും? കൊമ്പിന് ഇങ്ങനെ ആക്കിയോ? ആദ്യത്തെ വേർഡ് തൊട്ട് ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ആക്കി. തേൻ, വണ്ട്, തേൻ. തേൻ മാവിൻ കൊമ്പത്താ. കൊമ്പത്ത് എന്താ പറയാ, ഇരിക്കണ്ടേ? കൊമ്പത്ത് ഇരിക്കാതെ തൂങ്ങിക്കിടക്കുക. അപ്പൊ ഇനി ചേട്ടൻ എടുക്കും, സുരാജ് ചേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കും. ഇതിപ്പോ എങ്ങനെ കാണിക്കും? ബെസ്റ്റ് ടീമുകള്. നിനക്കെന്താ അത്ര ചിരി? ചേട്ടൻ കാണിക്കും. കുഞ്ഞിനെ ഉറക്കുന്നു. ചത്തുപോയോ? സ്ലീപ്പിംഗ്, ഉറങ്ങുന്നു. നിദ്ര. ഓക്കെ, നിദ്രയിൽ പോയി മരിച്ചുപോയി.
കൈവിലങ്ങ്. പള്ളി. ആ പ്രാർത്ഥിച്ചു. അതാരാണ്? അതാരാണ്? ആ, പള്ളിയില് അച്ഛൻ. കപ്പിയാര്. ഓക്കെ. ഈശോ, ക്രൈസ്റ്റ്. ആ മാതാവ്. ആ മാതാവ്. ആ. നിദ്ര. ഉണ്ണീശോ. മാതാവിന്റെ വേറൊരു പേര്. മാതാവിന്റെ വേറൊരു പേര് എന്താണ്? ആ മാതാവിന്റെ വേറൊരു പേര്. മാതാവിന്റെ വേറെ പേര്. മാതാവിന്റെ വേറെ പേരുണ്ട് അറിഞ്ഞൂടാ? മേരി. കുഞ്ഞിന്റെ പേര് മല. തലകുത്തി മറിഞ്ഞു ചാടി. ചാടി. അല്ല മാതാവിന്റെ വേറെ പേര്. മാതാവിന്റെ വേറെ പേര് പറഞ്ഞിട്ട് പോയാ മതി. ആഹാ കന്യക. നിദ്ര, കന്യ. പിടികിട്ടും. സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ കർത്താവിനെയൊക്കെ ലൈവ് കണ്ടു. ഞാൻ മാതാവിന്റെ വേറൊരു പേര്. ആദ്യത്തെ വാക്ക് മാതാവിന്റെ വേറൊരു പേര്. വേറൊരു പേര് മേരി. ആ വേറെ ഉണ്ടല്ലോ. കന്യക. അല്ലല്ല. കന്യ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എന്താ പറയാ? കന്യ മറിയം. ഓ മറിയം മൊക്ക്. ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ ഈ എപ്പിസോഡ് ഇങ്ങനെ നീണ്ടു പോകും. മറിയം മുക്ക് എഴുതി സംവിധാനം ചെയ്യാൻ പോലും സാർ ഇത്രയും മെനക്കെട്ട് കാണൂല. അത് ആ പേരൊന്ന് പറയിപ്പിച്ചെടുക്കാൻ ഞാൻ കിടന്ന് മെനക്കെട്ട് മറിഞ്ഞ് കുത്തിമറിഞ്ഞ്. ഈ ലാസ്റ്റ് വൺ ഞാൻ കാണിക്കാം. ചേട്ടൻ അഭിനയിച്ച് കാണിക്കണം. ഇനി ഞാനോ? വീണ്ടും. ഓക്കേ. ലാസ്റ്റ് വൺ ആണ്. റെഡി? പറഞ്ഞു കൊടുക്കരുത്. ഓക്കേ. എന്നല്ല അവിടെ തന്നെ കാണിച്ചാ ഞാൻ ഇവിടെ. കല്യാണം. കല്യാണപ്പെണ്ണ്. വധു. അതിനെന്താ പറയുന്നത്? മണവാട്ടി. അതാരാണ്? പെണ്ണ്. കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യ. വീട്. വീട്ടിൽ. ഭാര്യ വീട്ടിൽ. ഭാര്യ വീട്ടിൽ. പരമസുഖം. അയ്യോ സുഖം കാണിച്ചു വേണ്ട.